സോ നമ്മൾ OTT റിലീസായി എത്തിയിട്ടുള്ള ദ ഫസ്റ്റ് ഒമേൻ എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അർക്കാഷ സ്റ്റീവൻസൺ ആണ്. 1976 ഇറങ്ങിയ ഒരു സിനിമയുടെ പ്രീക്വൽ ആണെന്നാണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ എനിക്ക് ആ സിനിമ കാണാത്തവരും ആ ഫ്രാഞ്ചൈസിലെ സിനിമകൾ കാണാത്തവർക്കും ഈ സിനിമ കണ്ട് ആസ്വദിക്കാം. കാരണം ഞാൻ കണ്ടിട്ടില്ല. സോ ഈ സിനിമ ഞാൻ കണ്ടു. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂഡിൽ എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൊററിനേക്കാൾ ഉപരി ഈ സിനിമ ആദ്യ അവസാനം വളരെയധികം മിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്രിസ്ത്യാനിറ്റിയുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ്. റോമിലോട്ട് 1971 ഒരു മാർഗ്രറ്റ് എന്ന കന്യാസ്ത്രീ പട്ടം ചാർത്താനായി ചർച്ചിലെത്തുകയും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതായത് അവരുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ അതിൻ്റെ ഒരു ശക്തി തെളിയിക്കുന്നത് പോലെ ഒരു ആൻറ്റി ക്രിസ്റ്റിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. സിനിമയുടെ കഥയിലോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മളെ അധികം ഡിസ്റ്റർബിങ്ങും ചെയ്യുന്ന കുറേ അധികം സീനുകൾ ക്രീപ്പി ആയിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ധാരാളം സീനുകളുള്ള ഒരു ഹൊറർ സിനിമ ആരാധകനെ കണ്ടാസ്വദിക്കാൻ പോകുന്ന എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് ദ ഫസ്റ്റ് ഒമൈൻ എന്ന സിനിമ. ഇതിൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് ആണ്. നമ്മുടെ നെൽ ടിഗർഫ്രീന്റെ ഒരു പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ലീഡ് റോൾ ചെയ്തത് പുള്ളി നന്നായി തന്നെ ചെയ്തു. പിന്നെ ഇതിൽ എഴുത്താണ് വളരെയധികം ഇതാണ്. ആ മിസ്റ്ററി ആദ്യ അവസാനം കൊണ്ടുപോവുകയും ക്ലൈമാക്സിൽ ഒരു നല്ലൊരു ട്വിസ്റ്റോടുകൂടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നമ്മളെ പേടിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും ആ ക്രിഞ്ച് സീനുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കറിയാം ഇനിയിപ്പോൾ പേടിപ്പെടുത്താനായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ നോർമലി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഒരു ഞെട്ടലോടെ കാണാനുള്ള കുറേ ഷോട്ടുകളും സീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഡിസ്റ്റർബിങ് ആക്കുന്ന കുറച്ച് സീനുകളുണ്ട്. ആ തുകയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഒമൈൻ എന്ന സിനിമ. ഒരു ഹൊറർ സിനിമകളിൽ നിന്നും കണ്ടുവരുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു നല്ലൊരു സിനിമ. ഒരു ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ ക്ലൈമാക്സ് പോർഷൻസും കൊണ്ടുപോകുന്ന ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ, അതും ഒക്കെ നൈസായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഈ സിനിമയിൽ ഒരു സ്ലോ ബേൺ ആയിട്ടാണ് തോന്നുന്നത്. കാരണം പതുക്കെ ഈ സിനിമ കയറി പിടിക്കുള്ളൂ. അപ്പോൾ ആ ക്ഷമയോടെ കണ്ട് ആ ഒരു സ്റ്റോറി ലൈനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്. സോ എൻ്റെ ഫസ്റ്റ് ഒമൈൻ എന്ന സിനിമ OTT ലഭ്യമാണ്. പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.